ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് പറയും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത്, നമ്മളിതാ പശുവിനെ അവിടെ അഴിച്ചുകൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പശുവിനെ നമ്മൾ പാല് ഇറക്കാൻ പോവുകയാണ്. അടങ്ങി നിൽക്കാൻ വേണ്ടി അപ്പോൾ തല്ലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞു പശു അമ്മ പശു ഒരവിടെ തന്നെ വൈക്കോലിട്ട് കൊടുത്തൊക്കെ തിന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഞാനിവിടെ പുതിയ പാല് ഇറക്കുന്നു നോക്കിയത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, അപ്പോൾ പാല് ഇറക്കാൻ റെഡിയായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരും ഉണ്ട്. അപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് ഒരു സമയം പോകുമല്ലോ അല്ലേ ചോട്ടു? അപ്പോൾ ചോട്ടുമൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈവ് ഇട്ടിട്ട് കുറേ ദിവസമായി, വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസം വീഡിയോസ് ഡെയിലി ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ ലൈവ് ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നമ്മളുടെ പോത്തുകളുടെ വിശേഷം എന്താ? പോത്തുകൾ നമ്മൾ അവിടെ തൊടിയിലാട്ടോ കെട്ടിയിട്ടിരിക്കുന്നത്. നമ്മളവിടെ പറമ്പിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പശുക്കളിനെ അപ്പോൾ അവിടെ പാല് ഇറക്കുന്നുണ്ട്. പശുക്കളല്ല, പശു അവളുടെ പാല് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, നിർബന്ധമായിട്ടും. നമ്മൾ നാടൻ പശുക്കളെ വാങ്ങിക്കണോ, ജേഴ്സി, അതായത് ജേഴ്സി പറഞ്ഞു കഴിഞ്ഞാൽ എച്ചപ്പില്ലേ, ജേഴ്സി അല്ല എച്ചപ്പിൻ്റെ പശുക്കളെ വാങ്ങിക്കണോ, അതോ നമ്മൾ നല്ല ഹൈബ്രിഡ് പശുക്കളില്ലേ അങ്ങനത്തെ പശു വാങ്ങിക്കണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഏതായിരിക്കും നല്ലതെന്ന്. കാരണം ഹൈബ്രിഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല പാല് കൂടുതൽ കിട്ടും. പക്ഷേ ഈ പശുക്കളാകുമ്പോൾ അതിനെയും കാട്ടി കമ്പാരിറ്റീവ്ലി പാല് കുറവായിരിക്കും. പക്ഷേ ഇതിനെ നോക്കാൻ നമുക്ക് വലിയ റിസ്ക് ഉണ്ടാവില്ല. നമ്മൾ ഹൈബ്രിഡ് പശുക്കൾ വാങ്ങിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഏത് തരം പശു വാങ്ങിക്കണം എന്നുള്ള കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വരും വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്ഥിരം കാണുക. നമ്മൾ പോത്തുകളെ കൊടുക്കുന്നതായാലും പശുക്കളെ മേടിക്കുന്നതായാലും എന്ത് കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മൾ അതൊന്നും പറയുന്നില്ല, നോക്കട്ടെ. നമ്മളെല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അല്ലേ അപ്പൂ? ഞാൻ അപ്പൂനോട് പറയായിരുന്നു, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ച കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മലപ്പുറത്ത് നിന്നാട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഹൈബ്രിഡ് പശു ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജുണ്ട്. അപ്പോൾ അവർ യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിൻ്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഒരു പശു മേടിച്ചെന്നാണ് പറഞ്ഞത്. 18 ലിറ്റർ അവർ പറഞ്ഞ് ഗ്യാരണ്ടി പാലുണ്ട്, ഇല്ലെങ്കിൽ അവർ തിരിച്ചെടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ കാലാവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു ദിവസം 18 ലിറ്റർ പാല് തരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, അങ്ങനത്തെ പശു തന്നെ എടുക്കണോ അതോ നമ്മുടെ ഇതുപോലത്തെ ഇത് എച്ചപ്പും നോർമൽ പശുവും കൂടിയിട്ടുള്ള ക്രോസാണ്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ക്രോസാണ്. നാടനും എച്ചപ്പും ക്രോസാണ് കേട്ടോ നമ്മുടെ ഈ പശു. ഇനി നമ്മൾ എച്ചപ്പിൻ്റെ മാത്രമായിട്ടായിരിക്കും ഇനി എടുക്കണമെങ്കിൽ എച്ചപ്പിൻ്റെ മാത്രമായിട്ട് എടുക്കണോ അതോ നമുക്ക് ഇത്തിരിയും കൂടെ ഫുൾ ഹൈബ്രിഡായിട്ടുള്ള പശുക്കളെ എടുക്കണോ? അതാകുമ്പോൾ മേയ്ക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് പുല്ല് കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകതരം തീറ്റയുണ്ട്, അത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് പശുവിനെ മേടിക്കണം എന്ന് ഈ വീഡിയോ കാണുന്നവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും പശു വളർത്തി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ആരെങ്കിലും നമുക്ക് സഹായം ചെയ്യണം കേട്ടോ. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ വാങ്ങിക്കണം എന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് 18 ലിറ്റർ പാല് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 2 പശു വാങ്ങിക്കേണ്ട പൈസ ഒറ്റ പശുവിന് സ്പെൻഡ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് 2 പശു എനിക്ക് 50 ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 60 ആവുകയാണെങ്കിൽ, ഈ ഒറ്റ ഹൈബ്രിഡ് പശു വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ട് 1 ലക്ഷം രൂപയൊക്കെ 1.5 ലക്ഷം അല്ല 1.20 1.5 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏത് തരം പശുക്കളാണ് മേടിക്കേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് അതേക്കുറിച്ച് നന്നായിട്ട് അറിയില്ല. നമ്മൾ എച്ചപ്പിൻ്റെ പശുവിനെയാണ് നമ്മൾ കൂടുതലും വളർത്തിയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ മുമ്പ് എച്ചപ്പിൻ്റെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെ പാല് വെള്ളം പോലെ ആയിരിക്കും. അതുപോലെ നാടൻ പശുക്കളുടെ പാലിൻ്റെ അത്ര കൊഴുപ്പ് നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് കൊഴുപ്പ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കഴിയും. അതൊക്കെ നമുക്ക് എച്ചപ്പിൻ്റെ പശുവിൻ്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം കേട്ടോ. പക്ഷേ എച്ചപ്പ് വാങ്ങിക്കണോ ഹൈബ്രിഡ് വാങ്ങിക്കണോ എന്ന് അറിയില്ല. ഹൈബ്രിഡ് വളർത്തുന്നവർക്ക് എച്ചപ്പും ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം അറിയാം. എന്തായാലും ഒരു എച്ചപ്പ് വളർത്തിയിട്ടായിരിക്കും ഹൈബ്രിഡിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കണോ? അത് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് മേ ബി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പൈസ അത്രയും പോകുമല്ലോ. നാടൻ പശുക്കളാകുമ്പോൾ നമുക്ക് പേടിക്കേണ്ടല്ലോ, എന്ത് വന്നാലും നമുക്കത് ചികിത്സിക്കുക കാര്യങ്ങളുണ്ട്. പക്ഷേ ഹൈബ്രിഡ് എടുക്കുമ്പോൾ അതിന് അത്രയും സെക്യൂർഡായിട്ട് നമ്മൾ നോക്കണം.
അപ്പോൾ ഏത് പശു എടുക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചാണ് നമ്മളൊരു പശു മേടിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ന് വീഡിയോ കാണണം ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് ഇന്ന് എന്തായാലും നിർബന്ധമായിട്ടും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് ഒരുപാട് യൂസ് ആവും കേട്ടോ. നമ്മുടെ പോത്തപ്പന്മാരെ കച്ചവടം വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കച്ചവടക്കാരൊന്നും വരുന്നില്ല. നോക്കാം, ഡെയിലി കച്ചവടക്കാർ വരുന്നതിനെക്കാട്ട് നമുക്കൊരു വിലയിൽ ഒത്തുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ, നമുക്ക് ചന്തയിൽ കയറ്റാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏതായിരിക്കും നമുക്ക് നല്ലത് എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അറിയുന്നവർ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപയോഗമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വന്നിട്ട് വീഡിയോ ചെയ്യുന്നത് തന്നെ, മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത് തന്നെ. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളൊരു പശു വളർത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, വേദനകൾ, വിഷമങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ പല സമയത്തും ഡെസ്പായി ഇരിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് കമൻ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ. പിന്നെ ഞാനൊരു കാര്യം പറയുമല്ലോ, നമുക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. അതൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേ പാൽപാത്രം എടുത്ത് കൊടുത്തു. അമ്മൂൻ്റെ അടുത്ത് കാല് മാറ്റാൻ പറഞ്ഞാണ്. ഞാൻ എൻ്റെ അടുത്ത് പാലും പാത്രം എടുക്കുമെന്ന് പറഞ്ഞ പോലെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോൾ 2 കൈ കൊണ്ടാണ് കറക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോൾ 2 കൈ കൊണ്ടൊക്കെ കറക്കണുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ 1 കൈ തന്നെയാണ്. മിക്കു ഇതാ നമ്മുടെ ഫ്രണ്ട്സിനോട് ഒരു ഹായ് പറയോ. എന്താ പറയ്, ഹായ് പറയും, ഹായ് ഫ്രണ്ട്സ് പറയും. മിക്കു ഭയങ്കര കളിത്തിരക്കിലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണ്ട, പോയി കളിക്കാന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.